الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. 83-ാമത്തെ ആയത്താണ് വയസ്അലൂനക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا. മൂസാ നബി അലൈഹിസ്സലാമയുടെയും ഖിളിർ അലൈഹിസ്സലാമയുടെയും കൂടെ ഉണ്ടായിരുന്ന യൂഷഅ ഇബ്നു നൂൻ എന്ന മൂസാ നബിയുടെ ഒരു ഫത, വേലക്കാരനായി നടന്നിരുന്ന ആളുടെയും ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾക്ക് കിട്ടിയത്. അതായത് നമ്മൾ അറിയേണ്ടതും നമ്മൾ പഠിക്കേണ്ടതുമായ നമുക്ക് ഗുണപാഠങ്ങളുള്ള കാര്യങ്ങളാണ് അള്ളാഹു അതിൽ പറഞ്ഞു തന്നത്. അതല്ലാതെ അവിടെ സംഭവിച്ച സ്ഥലം ഏതാണ്, എവിടെയാണ്, ഇത് ഏതെല്ലാം, പിന്നീട് എന്ത് സംഭവിച്ചു, ഈ ജാതി കാര്യങ്ങളൊന്നും അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. ഇനി മറ്റൊരു ചരിത്രമാണ് മുശ്രിക്കീങ്ങളും അഹ്ലുൽ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നതാണ്. അതായത് ദുൽഖർനൈനിയെ പറ്റി നിങ്ങൾക്കറിയുമോ എന്ന്. ദുൽഖർനൈനിയെ പറ്റി, അതായത് അവർ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കേട്ട് വന്നിരുന്ന, പൂർവകാല വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കേട്ട് വന്നിരുന്ന പല സംഭവങ്ങളും നബിയോട് ചോദിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കും, അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കൂല. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ നാളെ പറഞ്ഞു തരാ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 15 ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നാളെ പറഞ്ഞു തരാമെന്ന് നബി പറഞ്ഞത് ഇൻഷാ അല്ലാ പറയാതെ പറഞ്ഞതുകൊണ്ട് 15 ദിവസത്തിന് ശേഷം ആ കാര്യം അല്ലാഹു തആല അഹ്ലുൽ കഹ്ഫിനെ പറ്റി നബിക്ക് അറിയിച്ചു കൊടുത്തു. ഇതൊക്കെ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. മദീനയിൽ അഹ്ലുൽ കിതാബുകൾ ധാരാളമുണ്ട്. തൗറാത്തിൻ്റെയും ഇൻജീലിൻ്റെയും ആളുകൾ, കൂടുതലും മദീനയിൽ തൗറാത്തിൻ്റെ ആളുകൾ യഹൂദികളാണ് ഉണ്ടായിരുന്നത്. അവരുടെ കൂട്ടത്തിൽ നല്ല പണ്ഡിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ പണ്ഡിതന്മാർ വേദഗ്രന്ഥത്തിൽ നിന്ന് പലതും പറയുമ്പോൾ ഇതൊക്കെ മുഹമ്മദിന് അറിയോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം എന്ന് മക്കയിലെ മുശ്രിക്കുകളോട്
അവർ പറയും നബിയെ ഒന്ന് ഉത്തരം മുട്ടിക്കാനോ പരാജയപ്പെടുത്താനോ കളിയാക്കാനോ ഒക്കെയാണത് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ നബിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ചോദിച്ചിരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ആരാണ് ദുൽഖർനൈൻ എന്ന്. അള്ളാഹു തആല അതിന് ഖുർആൻ ഇറക്കി തന്നത് ചരിത്രം പഠിപ്പിക്കാനല്ല, എന്നാൽ ചില ചരിത്രം ഖുർആനിൽ പറഞ്ഞത് അതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങൾ പഠിക്കാനാണ്. അപ്പോൾ ദുൽഖർനൈനിയെ പറ്റി ചോദിച്ചപ്പോൾ അള്ളാഹു മറുപടി പറയുന്നത് വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ, അവർ നിന്നോട് ചോദിക്കും ദുൽഖർനൈനിയെ പറ്റി. ഖുൽ പറയുക സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ചില ഉത്ബോധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരിത്തരാന്ന്. ദിക്ർ പറഞ്ഞു തരാമെന്ന്, അല്ലാതെ ഖിസ്സ പറഞ്ഞു തരാമെന്നല്ല. ഖിസ്സ പറഞ്ഞു തരാമെന്നല്ല. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി എന്ന് പറഞ്ഞു. അതാ കഥ പറഞ്ഞുതരാം. അത് ഖുർആൻ നല്ല വ്യക്തമായിട്ട് തന്നെ ആ സംഭവങ്ങൾ, ചെറുപ്പം മുതലുള്ള സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു, നമുക്ക് പറഞ്ഞു തന്നു ഖുർആനിൽ കൂടി. ഇവിടെ അതല്ല, ദിക്ർ എന്ന് പറഞ്ഞാൽ ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില ഉത്ബോധനങ്ങൾ, അതിൽ നിന്ന് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന്. അതുകൊണ്ട് തന്നെ ദുൽഖർനൈനിയുടെ കഥയിൽ നമ്മൾ വിശദമായി കിട്ടാൻ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് അല്ലാഹ് പറഞ്ഞു തന്നിട്ടില്ല. നബിക്കും അല്ലാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. നബിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയുമല്ലോ. അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യം ചില ഉത്ബോധനങ്ങൾ നമുക്ക് കിട്ടി. എന്തായിരുന്നു അത്? ദുൽഖർനൈൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ നോക്കിയാൽ കർണു എന്ന് പറഞ്ഞാൽ കൊമ്പ് എന്ന്. കർണു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കൊമ്പ് എന്ന്. അതായത് ലിൽ ബഖറത്തി കർണാനി, പശുവിന് 2 കൊമ്പുണ്ട്, അതാണ് കൊമ്പാണ്. അപ്പോൾ ദുൽഖർനൈൻ എന്ന് പറയുമ്പോൾ 2 കൊമ്പുള്ള ആൾ എന്ന് അതിന് അർത്ഥം പറഞ്ഞു വരാറുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മൾ അർത്ഥം പറഞ്ഞത് നമ്മൾ കേൾക്കുക. ഇനി കർണിന് വേറൊരർത്ഥമുള്ളത് നൂറ്റാണ്ട് എന്നാണ്. ഖൈറുൽ ഖുറൂനി കർണി, നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും നല്ല നൂറ്റാണ്ട് കർണി, എൻ്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിൻ്റെ തൊട്ട നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിൻ്റെ തൊട്ട നൂറ്റാണ്ടാന്ന് പറഞ്ഞു, അവിടെ നൂറ്റാണ്ട് എന്ന്. അപ്പോൾ ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ 2 നൂറ്റാണ്ടുകളുടെ മനുഷ്യൻ, 2 നൂറ്റാണ്ടുകളുള്ള മനുഷ്യൻ എന്നാണ് അതിൻ്റെ വേറൊരർത്ഥം. അങ്ങനെയൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഒന്നുകിൽ അദ്ദേഹം 2 കൊമ്പ് എന്നത് ഉദ്ദേശിച്ചത് അത് 2 അദ്ദേഹത്തിന് മശ്രിഖുക്കും മഗ്രിബുക്കും പോയതായിട്ട് ഇതിലുണ്ട്. അപ്പോൾ 2 കൊമ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ശക്തിയും, 2 കൊമ്പുള്ള സാധനത്തിനെയാണല്ലോ മനുഷ്യന്മാർ പേടിക്കുക. ഒരാടുകുട്ടി വന്നാൽ ആരും പേടിക്കൂല, നേരെ കുറച്ച് നല്ല കൊമ്പുള്ള സാധനം വന്നാൽ പേടിക്കുക. അതായത് ജനങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന ഒരു മഹാശക്തനായ ഭീകരനായ ഒരു മനുഷ്യനായിരുന്നു എന്ന അർത്ഥത്തിലുള്ള ദുൽഖർനൈൻ, ഒരു വലിയ രാജാവ്, ശക്തനായ പരമാധികാരിയായ ഒരു മഹാരാജാവായിരുന്നു എന്ന സൂചനയാണ് അതിലുള്ളത് എന്നാണ് ബഅ്ദുൽ മുഫസ്സിരീന യഖൂലൂൻ, അങ്ങനെ പറയുന്നു അഭിപ്രായം. ഇനി മറ്റേ അഭിപ്രായം അനുസരിച്ച് ദുൽഖർനൈൻ 2 നൂറ്റാണ്ട് കാലം ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ നബി പറഞ്ഞതോ ഖുർആനിൽ നിന്ന് നേർക്കുനേരെ കിട്ടുന്നതോ അല്ല, ഊഹങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമുക്കത് കേൾക്കാം, നമുക്കത് വിശ്വസിക്കണം എന്നില്ല. ഇസ്രായേൽ സമൂഹത്തിലുള്ള ബനു ഇസ്രായേലിയുടെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ, ഈ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാഴ്ത്തപ്പെട്ട വലിയ വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായേല്യരുടെ വർത്തമാനങ്ങളെപ്പറ്റി പറഞ്ഞത് ലാ തുസദ്ദിഖൂഹും വലാ തുകദ്ദിബൂഹും. അത് ഇസ്രായേല്യർ പറഞ്ഞ കാര്യങ്ങൾ ലാ തുസദ്ദിഖൂഹും, നിങ്ങളതിനെ സത്യപ്പെടുത്തണ്ട, അത് ശരിയാന്ന് പറയണ്ട. ശരിയാന്ന് പറയണമെങ്കിൽ നമുക്ക് ബനു ഇസ്രായേൽക്കാർ പറഞ്ഞാൽ പോരല്ലോ, നബി പറയണല്ലോ, അള്ളാഹ് പറയണല്ലോ. അവർ രണ്ടും പറയാത്ത കാലത്തോളം ലാ തുസദ്ദിഖൂഹും, അവർ പറഞ്ഞത് പരമസത്യമാണ്, നിങ്ങൾ അംഗീകരിക്കണ്ട. എന്നാലോ വലാ തുകദ്ദിബൂഹും, അവർ പറഞ്ഞതൊക്കെ കള്ളമാണ് എന്നും പറയണ്ട. ചിലപ്പോൾ ഉണ്ടായിക്കൂടാ, ഇല്ല, അവരെ വേദഗ്രന്ഥത്തിൽ ഉള്ളതായിരിക്കാം. നബി തൗറാത്തും ഇഞ്ചീലും വായിച്ച് പഠിച്ചിട്ടില്ലല്ലോ.
അപ്പോൾ അവർ പറഞ്ഞത് കള്ളമാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ പച്ച നുണയാണ് എന്ന് നിങ്ങൾ പറയണ്ട. എന്നാ പറഞ്ഞതൊക്കെ പരമസത്യമാണെന്നും പറയണ്ട, അവിടെ നിർത്താനാണ് പറഞ്ഞത്. തവക്കുഫ് എന്നാണ്. തവക്കുഫ്. നമ്മൾ കേട്ടു, ആയിക്കോട്ടെ, ഉണ്ടാവുമായിരിക്കും, ആയിക്കോട്ടെ, അള്ളാഹു ആയാലും അവിടെ നിർത്താം. അതാണ് തവക്കുഫ് പറഞ്ഞത്. അവിടെ സ്റ്റോപ്പാക്കുക, നിഷേധിക്കാനും പോകണ്ട, അത് അനുകൂലിക്കാനും പോകണ്ട എന്നുള്ള ഇടത്താണ്. അപ്പോൾ ഈ കഥകളൊക്കെ അത്രയും നമ്മൾ കാണേണ്ടതുള്ളൂ. നമുക്ക് അള്ളാഹു താല പറഞ്ഞത് ദുൽഖർനൈൻ, നബി അത്രയും വിവരിച്ചത്. ദുൽഖർനൈനിയെ പറ്റി അവർ നിന്നോട് ചോദിക്കും. ഖുൽ, നബിയെ നിങ്ങൾ അവരോട് മറുപടിയായിട്ട് പറയുക, സ അത്തുലു തലായത്തുലു തിലാവത്ത് പറഞ്ഞ തിലാവത്തുൽ ഖുർആൻ, ഞാൻ ഓതിത്തരാം, അലൈക്കും നിങ്ങളുടെ മേൽ ഞാൻ ഓതിത്തരാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അലിയ അക്രവ് അലൈക്കും, ഖുർആനിൽ നിന്ന് ഞാൻ തല എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓടുന്നതിനാ പറയാം. അപ്പോൾ ഈ ഖുർആനിൽ കൂടി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വക ഞാനൊന്നും പറയുന്നില്ല. സാക്കൂലുലക്കും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാക്കുസു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ നബിക്ക് അറിയുന്ന കാര്യങ്ങൾ നബി ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കലാണല്ലോ, അതിവിടെ ഇല്ല. സാത്തുലു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചിലതൊക്കെ ഓതിത്തരാമെന്ന് പറയുമ്പോൾ ഖുർആനിൽ കൂടി ഓതി കിട്ടേണ്ടതേ അത് നിങ്ങൾ അറിയേണ്ടതുള്ളൂ എന്നതിലൊരു സൂചന ഉണ്ട്. അലി നബി എന്താ പറയല്? സൗബയ്യിനുലക്കും, ഞങ്ങൾക്ക് വിവരിച്ചു തരാം, വ്യക്തമാക്കി തരാം. അഷ്റഹുലക്കും, നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാം, വിശദീകരിച്ച് തരാമെന്ന്. അതല്ല അത്തുലു അലൈക്കും, നബിയോട് അള്ള പറഞ്ഞതാണ് അത്തുലു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഓരിത്തരാം. മിൻ ഹു, അവൻ്റെ വിഷയത്തിൽ നിന്ന്. മിൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് കുറച്ച് എന്നുള്ള ബഅളിൻ്റെ മിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് ഖുർആനിൽ കൂടി ഓരിത്തരാം. ദിക്റൻ, ഉത്ബോധനമായിക്കൊണ്ട്. അപ്പോൾ നമുക്ക് ഈ വാക്കിൽ നിന്നൊക്കെ മനസ്സിലായി ദുൽഖർനൈനിയുടെ ജീവിത ചരിത്രം മുഴുവനും ഇവിടെ പറയുന്നില്ല. ഒന്ന്. രണ്ട്, ഖുർആനിൽ നിന്നുള്ള മാത്രം, ഖുർആൻ ഓരിത്തരുന്നത് മാത്രമേ നമുക്ക് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുള്ളൂ, അതിൻ്റെ വിശദീകരണമൊന്നും വേറെ ഇല്ല. മൂന്നാമത്തത്, അത് തന്നെ ഒരു കഥയായിട്ടല്ല, ഒരു ദിക്റായിട്ടാണ്. ചില കാര്യങ്ങൾ ഒരു ഉത്ബോധനമായിട്ടാണ്. ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുക, ഉത്ബോധനമായ എന്താണ്? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ, യൗമുൽ ജുമുഅയിൽ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഉത്ബോധനത്തിലേക്ക് വരിക എന്നാണ്. അപ്പം ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു ഉത്ബോധനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ചിലത് പറഞ്ഞു തരാം. അപ്പോൾ അതോടുകൂടി നമുക്ക് ഈ ചരിത്രത്തെ പറ്റി വളരെ നമുക്ക് ഒരു ധാരണ കിട്ടി. ഇതിലുള്ള ചില ഉത്ബോധനങ്ങൾ നമുക്ക് ഇതിലുണ്ട്, അത് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ കാര്യങ്ങൾ, ഖുർആൻ ഓരിത്തന്നതേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം ഇല്ല. മൂന്നാമത്തെ വിഷയങ്ങൾ പിന്നെ മിൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ള ചില ഭാഗങ്ങൾ, അതായത് എന്ന് ജനിച്ചു, ഏത് നാട്ടിൽ അദ്ദേഹം ഭരണം നടത്തി, എത്ര കാലം ഭരണം നടത്തി, എവിടെയൊക്കെ ഉണ്ടായി, അതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഉത്ബോധനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരിത്തരാം. ഇതാണ് നമ്മളതിൽ ചെയ്യേണ്ട. അതായത് ഖുർആനിനെ വ്യാഖ്യാനിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദ അത് മാത്രമാണ്. അതുകൊണ്ടാണ് സലഫ് സ്വാലിഹീങ്ങളായ മുഫസ്സിറുകളൊക്കെ വളരെ കുറച്ചേ ഖുർആനെ വ്യാഖ്യാനിക്കുള്ളൂ, ചെറുപറാന്ന് പറയില്ല. കാരണം അള്ള പറഞ്ഞൊരു കാര്യം ആ പറഞ്ഞത് അപ്പടിയാണ് പറയാന്നുള്ളതല്ലാതെ അതിൻ്റെ വക ഇവരുടെ മേലെങ്ങനെ കൂട്ടിച്ചേർത്ത് കഥകളൊന്നും കൂട്ടിച്ചേർക്കൂല. സലഫുകളുടെ പരിഭാഷൻ്റെ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ചില ദിക്റുകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം, നമ്മളവിടെ നിൽക്കാം. ഞാൻ ദിക്റുകൾ എന്തൊക്കെയാണ്? അതാണ് സാത്തുലു. ഇല്ല മക്കന്ന, മക്കന എന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടുത്തി കൊടുത്തു. നമ്മളെ മലയാളത്തിലൊരു മക്കനുണ്ട്, അതല്ല. മക്കന എന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടുത്തി കൊടുത്തു. ഇല്ല മക്കന്നാലോ ഫിൽ അർളി, ഭൂമിയിൽ അദ്ദേഹത്തിന് നാം ഒരുപാട് സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് പിന്നെ വയുമക്കിന ലഹും ദീനഹുമുല്ലദി ഇർതളാ ലഹും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ സൗകര്യം നൽകാറുള്ള സ്വാധീനം, അതാണ്. അപ്പം ഇല്ലാ മക്കന്നാ ലഹു ഫിൽ അർളി, ഭൂമിയിൽ അദ്ദേഹത്തിന് നാം നല്ല സ്വാധീനം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒരു വസ്തുത കിട്ടി. എന്താണ്? അദ്ദേഹത്തിന് ഭൂമിയിൽ അല്ലാഹു തആല സ്വാധീനം നൽകിയിരുന്നു എന്ന് പറഞ്ഞാൽ അധികാരം, ഭരണാധികാരം നൽകിയിരുന്നു എന്ന് കിട്ടി. അത് മക്കന്നാ ലഹു ഫിൽ അർളി. വ ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തിരുന്നു
മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും സബബൻ, ഒരു വഴി. എല്ലാ വസ്തുക്കളിലും ഒരു വയ്യ്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയണ്ടല്ലോ, അതിൻ്റെ വഴി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരു 10,000 ഉറുപ്പ്യ പെട്ടെന്ന് കിട്ടണമല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് കിട്ടാനുള്ള വയ്യ് ഞാൻ പറഞ്ഞുതരാം. ആ വയ്യ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വഴി, തെരീഖ് എന്നുള്ള അർത്ഥമല്ലല്ലോ, നേരെ മറിച്ച് അത് കിട്ടാനുള്ള മാർഗം. അപ്പം അതാണ് സബബ്. വാതീനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാ വസ്തുക്കളിൽ നിന്നുമുള്ള ഒരു സബബ് നാം അദ്ദേഹത്തിന് നൽകി എന്ന് പറഞ്ഞാൽ ഏത് കാര്യം ചെയ്യാനുള്ള ഒരു വഴി അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടായിരുന്നു. അപ്പം പല കഴിവുകളും അദ്ദേഹത്തിന് നാം കൊടുത്തിരുന്നു. സബബ് എന്നുള്ള വാക്കിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരർത്ഥമുണ്ട്. എന്താ അതിൻ്റെ സബബ്? എന്താണത്? കാരണം. വേറൊരർത്ഥമുണ്ട് സബബ് എന്ന് പറഞ്ഞാൽ കയറ്. ലാലി അത്തലിയു ഇലാഹി മൂസ, അതായത് അസ്ബാബു സമാവാത്ത് വല്ലറുള്ളൂ എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. അതായത് ആകാശഭൂമിയിലേക്കുള്ള വഴി എന്നുള്ള അർത്ഥത്തിൽ, അല്ല ഒരു കയറ് എന്നുള്ള അർത്ഥത്തിൽ കയറ്. വേറെ മൂന്നാമത്തെ ഒരു അർത്ഥമുള്ളത് വഴി, തരീഖ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഈ മൂന്നാമത്തെ അർത്ഥമാണ്. എല്ലാ വസ്തുക്കൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു സബബ് അദ്ദേഹത്തിന് നാം നൽകിയിരുന്നു, ഒരു വഴി. അപ്പോൾ പലതും ചെയ്യാനും അദ്ദേഹം പ്രബോധനം നടത്തിയിരുന്നു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വലിയ അക്രമികളായ യജൂജ് മഅജൂജ് എന്ന് പറയുന്ന 2 വിഭാഗത്തെ പേടിച്ചിരിക്കുന്ന കുറച്ച് സാധുക്കളെ കണ്ടു. ഓല് പറഞ്ഞു, ദുൽഖർനൈൻ, ഞങ്ങളെ കൊണ്ട് കഴിയൂല, ഞങ്ങൾക്ക് ഈ മനുഷ്യന്മാരുടെ അക്രമത്തിൽ നിന്ന് രക്ഷ തരണം, അതുകൊണ്ട് ഇവിടെ ഒരു മതിൽ കെട്ടി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ മതിൽ കെട്ടി അദ്ദേഹം. അപ്പോൾ വെറും ഒരു സാധാ പ്രവാചകനോ അല്ലെങ്കിൽ സാധാ രാജാവോ ആയിരുന്നില്ല, പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. വാതീനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാ വസ്തുക്കളിൽ നിന്നും ഒരു സബബ് അദ്ദേഹത്തിന്, അതായത് ഒരു വഴി അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകിയിരുന്നു. ഫഅത്ബഅ സബബ, അങ്ങനെ ആ വഴിയിൽ അദ്ദേഹം ഇങ്ങനെ തുടർന്നു പോയി. അത്ബഅ എന്ന് പറഞ്ഞാൽ ഇത്തബഅ താബിത്ത്, ഫഅത്ബഅ സബബ, ആ വഴിയിൽ കൂടി അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയി, ആ വഴി തുടർത്തി എന്ന് പറഞ്ഞാൽ ആ വഴിയിൽ കൂടി അദ്ദേഹം തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, അദ്ദേഹം ഒരു വലിയ ശക്തനായ രാജാവായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് 2 കൊമ്പുണ്ടായിരുന്നു എന്നൊക്കെ ഊഹിക്കാൻ കാരണം. പിന്നെ പേരും അങ്ങനെ തന്നെ, ദുൽഖർനൈൻ എന്നാണ്. വേറെ ഒന്ന്, പല കാര്യങ്ങളും ചെയ്യാനുള്ള വഴി അദ്ദേഹത്തിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നത് മറ്റൊന്ന്. ഫഅത്ബഅ സബബ, അതനുസരിച്ച് ആ വഴിയിൽ കൂടി അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. ഒരു രാജാവ് എന്ന് പറഞ്ഞ ഒരു നാട്ടിൽ ഇരിക്കുകയായിരുന്നില്ല, അദ്ദേഹം നാട് മുഴുവനും ചുറ്റിക്കറങ്ങി അത്ബഅ സബബ, വഴിയിൽ കൂടി അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ ഈ രാജാവ് എങ്ങനെയായിരിക്കും? അദ്ദേഹം കുതിരപ്പുറത്താണ് പോയിരുന്നത്, രഥം ഉണ്ടായിരുന്നോ, എത്ര ആൾ കൂടെ ഉണ്ടായിരുന്നു, എവിടുന്ന് അദ്ദേഹം പുറപ്പെട്ടത്, എവിടുക്കാണ് പോയത്, അതൊന്നും ഇല്ല കേട്ടോ. ഒരാളെ പറ്റി നമുക്കിങ്ങനെ ചെറിയൊരു ധാരണ കിട്ടി. പല കഴിവുകളുമുള്ള, നല്ല ഭൂമിയിൽ സ്വാധീന ശക്തിയുള്ള, അത് മാത്രമല്ല ഒരു തുടർന്ന് തൻ്റെ സ്വാധീനവും ഭൂമിയിൽ ഇങ്ങനെ തുടർത്തി കൊണ്ടുപോകുന്ന ഒരു മഹാമനുഷ്യൻ. ഇനി ഹത്താ ഇദാ ബലഗ, അങ്ങനെ അദ്ദേഹം എത്തിയപ്പോൾ, ബലഗ എന്ന് പറഞ്ഞാൽ എത്തി, ഹത്താ അങ്ങനെ ഇദാ ബലഗ, അദ്ദേഹം എത്തിയപ്പോൾ എവിടെ? മഗ്രിബ ശംസി, സൂര്യൻ അസ്തമിക്കുന്ന ആ സ്ഥലത്ത്. അതായത് നമുക്കൊക്കെ സൂര്യൻ, മഗ്രിബ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്തെത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. അദ്ദേഹം അത്ബഅ സബബ, അദ്ദേഹത്തിൻ്റെ വഴിയിൽ കൂടി അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയി. അദ്ദേഹം ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ചിട്ട് സൂര്യൻ അസ്തമിക്കുന്ന ആ മഗ്രിബ്, ഉറൂബാകുന്ന സ്ഥലം, അവിടെ എത്തി. അത് എവിടെയാണ് സ്ഥലം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. മഗ്രിബ് എന്ന ഒരു നാട് ഇന്നുണ്ട്. മഗ്രിബ് എന്ന് പറയുന്ന ഒരു സ്ഥലം. എന്താണ് അതിന് പറയുക? മൊറോക്കോക്ക് മഗ്രിബ് എന്നാണ് പറയുക. മഗ്രിബികൾ എന്നാണ്. മക്കത്തൊക്കെ ചെന്നാൽ നമ്മൾ മഗ്രിബികളാണ് അവർ എന്നാണ് പറയുക. അവർ മൊറോക്കക്കാരാണ്. ഏകദേശം നമ്മളൊക്കെ മാതിരിയുള്ള ഒരു ഇത്ര വെളുപ്പുണ്ടാവില്ല, കുറച്ചൊരു കറുത്ത്, നമ്മളെ തമിഴ്നാട്ടുകാരെ പോലെയുള്ള ഒരു വിഭാഗം, കുറച്ചും കൂടി തടിമണ്ണൊക്കെ ഉണ്ടാവും മഗ്രിബികൾ. ഹജ്ജിനൊക്കെ പോയ ആളുകൾ അൽ മഗ്രിബി എന്നുള്ള ബസ് കയറിയിട്ടുണ്ടാവും. ആയിരക്കണക്കിന്
അൽ മഗ്രിബി കമ്പനി ബസ്സുണ്ട്, മൊറോക്കോ ഒരു വലിയ മുതലാളിയുടേതാണ്. അപ്പോൾ മഗ്രിബ് ഒരു നാടുണ്ട്. ഇവിടെ ആ നാടല്ല, മഗ്രിബ ശംസ് സൂര്യൻ ഉദിക്കുന്ന ഒരു അസ്തമിക്കുന്ന ഒരു സ്ഥലത്ത് എത്തി. ആ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ആ സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് ഇത് ഈ ആയത്തൊന്ന് പൂർത്തിയാക്കിയാൽ മനസ്സിലാവും. വജദഹ, അദ്ദേഹം ആ സൂര്യനെ കണ്ടു, തഗ്റുബു അസ്തമിക്കുന്നതായിട്ട് കണ്ടു, ഫി ഐനിൻ ഹമിഅത്തിൻ, ഒരു കറുത്ത ചളിയുള്ള ഒരു തടാകത്തിൽ. ഐന് എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് എന്നാണ്. അത് കടലുമാകാം, പുഴയാവാം, വലിയ വിശാലമായ തടാകവുമാകാം. ഹമിഅത്ത് എന്ന് പറഞ്ഞാൽ കറുത്ത ചളിയുള്ള ഒരു ഐന്, ഒരു തടാകത്തിൽ അല്ലെങ്കിൽ ഒരു വെള്ളത്തടാകത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. അപ്പം കരയിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് കറുത്ത നിറത്തിലുള്ള ഒരു വെള്ളത്തടാകത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഭൂമിയുള്ളയിടത്ത് അറ്റം വരെ പോയി, കടൽ തീരം വരെ പോയി. അവിടുന്നാണ്ട് പിന്നെ വെള്ളമാണ്, അവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്. അത് കറുത്ത നിറമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹത്തിന് തോന്നിയ ആ തോന്നലാണ് കറുത്ത ഹമിഅത്ത്. ഹമിഅത്ത് എന്ന് പറയണമെങ്കിൽ കറുത്ത ചളിക്കാണ് ഹമിഅത്ത് എന്ന് പറയുന്നത്. ഹമയിം മസ്നൂൻ എന്നൊക്കെ ഖുറാനിലുണ്ട്. ഇവിടെയും ഖുറാൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, എന്തായിരിക്കും ഇപ്പം അത് കറുത്ത ചളിയുള്ള ഒരു തടാകം എവിടെ ലോകത്തുള്ളത്. അപ്പോൾ അതിന് ഓരോരോ വ്യാഖ്യാനങ്ങൾ പറയുന്നു. അള്ളാഹ് നമുക്ക് പറഞ്ഞൊന്നുമല്ല, നമുക്ക് കേൾക്കാൻ വേണ്ടി പറയാണ് ഓരോരോ വ്യാഖ്യാനം. എന്താണ്? നീലക്കടലിൽ സൂര്യൻ അസ്തമിക്കാൻ നേരത്തുള്ള മഞ്ഞ നിറം ഉണ്ടാകുമ്പോൾ മഞ്ഞയും നീലയും കൂടി കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മിക്സിങ്, കളർ മിക്സിംഗ് ആണ് കറുപ്പ്. ഒരു കറുത്ത രൂപത്തിലേക്കാണ് ഇത് കാണുക. മഞ്ഞയും നീലയും കൂടി കൂടുമ്പോൾ നീലയും ഉണ്ടാവില്ല, മഞ്ഞയും ഉണ്ടാവില്ല, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു കടും കളറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കറുപ്പുള്ള ഒരു തടാകത്തിൽ ഐനിലാണ് അസ്തമിക്കുന്നത്. ഒരു വെള്ളക്കെട്ട് ഐന് എന്നുള്ളതുകൊണ്ട് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഏത് കടലാന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലാഹു തആല. ബഹർ അറബിയാണോ, ബഹർ അറ്റ്ലാന്റിക് കടലാണോ, ബഹറുൽ കുൽസും ചെങ്കടലാണോ, ബഹറുൽ ഖലീജ് അതായത് ഗൾഫ് കടലാണോ, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഒരു തടാകം, അത് കറുത്ത നിറമുള്ള വെള്ളത്തിലാണ്, തടാകത്തിലാണ് അത് അസ്തമിക്കുന്നത്. അത്രയേ ഉള്ളൂ. വജദ ഇദ്ദഹ, അതിനടുത്ത്, ആ സ്ഥലത്തിൻ്റെ അടുത്ത് അദ്ദേഹം കണ്ടു ഖൗമൻ, ഒരു ഖൗമിനെ. അപ്പോൾ അവിടെ ആ കടൽ തീരത്ത് ഒരു ഖൗമുണ്ടായിരുന്നു, ഒരു ജനവിഭാഗം താമസിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഖുൽന, നാം പറഞ്ഞു, യാദൽ ഖർനൈൻ, ദുൽഖർനൈനി, അദ്ദേഹത്തെ വിളിച്ചു പറയാണ്. അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തെ വിളിച്ചു പറയുന്നു. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ഒരു സാധാരണ ഒരു രാജാവല്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് തോന്നിപ്പിച്ചു കൊടുത്തു ഈ താഴെയുള്ള കാര്യം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വഹി കൊടുത്തു, രണ്ടുമാവാം. അദ്ദേഹത്തോട് യാദൽ ഖർനൈൻ നാം വിളിച്ചു പറഞ്ഞു, നാം പറഞ്ഞു, യാദൽ ഖർനൈൻ, ദുൽഖർനൈനി, ഇമ്മാ അൻ തുഅദ്ദിബ, ഒന്നുകിൽ ആ സമൂഹത്തെ നിങ്ങൾ ശിക്ഷിക്കണം, അദാബിലാക്കണം, ഔ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിങ്ങൾ നന്മയുണ്ടാക്കണം. ഹുസ്ന നന്മ, തത്തഖിദ ഫീഹിം ഹുസ്ന, അവരിൽ നന്മയുണ്ടാക്കണം. അപ്പോൾ ആ കടൽ തീരത്ത് സൂര്യൻ അസ്തമിക്കുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ കണ്ട സമൂഹത്തിനെ പറ്റി അല്ലാഹു തആല പറയാണ്, ഞാൻ ദുൽഖർനൈനെ വിളിച്ച് പറഞ്ഞു, ഒന്നുകിൽ അവരെ നിങ്ങൾ ശിക്ഷിക്കണം, അല്ലെങ്കിൽ അവരിൽ നിങ്ങൾ നന്മയുണ്ടാക്കണം. രണ്ടിനും നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി ചെയ്തു. അപ്പോൾ ആ സമൂഹത്തിനോട് ആ സമൂഹത്തിനെ അദ്ദേഹം കാണുകയും ആ സമൂഹത്തിൽ എന്താണ് വേണ്ടത് അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല അദ്ദേഹത്തിന് അവസരം കൊടുത്തു. നിങ്ങൾ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിച്ചോ, അല്ലെങ്കിൽ നന്മ ഉണ്ടാക്കണമെങ്കിൽ നന്മ ഉണ്ടാക്കിക്കോ, നിങ്ങളെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ ആ സമൂഹത്തെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ രാജാവ് വെറും ഒരു നാട് വെട്ടിപ്പിടിക്കുന്ന രാജാവല്ല, സമൂഹത്തിൽ നന്മ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്ന, അതിനും കൂടി കൽപ്പിക്കപ്പെട്ട ഒരു മഹാരാജാവായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം പ്രവാചകനോ അല്ലെങ്കിൽ വലിയ ഒരു സാലിഹോ രണ്ടുമാവാം. ഇതാ രണ്ട് കാര്യം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, അവരെ ബാഹ്യമായിട്ട്
അവർ മഹാതോന്നിവാസികളും അക്രമികളുമായിരുന്നു. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ ശിക്ഷിക്കാം, അവർ തോന്നിയാസം മറ്റൊക്കെ കണ്ടിട്ട്. അതെല്ലാം ഒന്ന് പറഞ്ഞ് നന്നാക്കിയിട്ട് അവരിൽ നന്മ ചെയ്യാൻ പറ്റുമോ, നന്മ ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു നന്മ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഒറ്റനോട്ടത്തിൽ ആ കൗമ് മഹാമോശപ്പെട്ട കൗമ തന്നെയാണ്. വജദൈദഹ കൗമൻ, ഒരു കൗമ് എന്ന് പറഞ്ഞല്ലോ, ആ കൗമ് മോശപ്പെട്ടവരാ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒന്ന് പേടിപ്പിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ അവരിൽ നിങ്ങൾക്ക് നന്മയുണ്ടാക്കാം. അതിന് ദുൽഖർനൈനി മറുപടി പറയാണ്. എന്താണ്? കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ മൽ ലലമ, ആ കൗമിൻ്റെ കൂട്ടത്തിൽ ആക്രമിച്ചവനാരോ അവനെ ഫസോഫനു അദ്ദിബുഹു, അവനെ നാം ശിക്ഷിക്കും. നാം എന്ന് പറഞ്ഞാൽ അല്ലയാണ്. അല്ലല്ല, ദുൽഖർനൈനി പറയാം. കാല, അദ്ദേഹം പറഞ്ഞു, അമ്മാമൽ ലലമ, അപ്പോൾ അക്രമികളായിട്ടുള്ള ആളുകളെ ഫസോഫനു അദ്ദിബുഹു, അവനെ നാം ശിക്ഷിക്കും. സുമ്മയുറദ്ദു, പിന്നെ അവൻ മടക്കപ്പെടും, ഇലാ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക്. ഫയു അദ്ദിബുഹു, അപ്പോൾ ആ റബ്ബ് അവനെ ശിക്ഷിക്കും. അദാബൻ നുക്ര, മോശപ്പെട്ട ശിക്ഷിക്കും. അപ്പം അദ്ദേഹം അതിന് മറുപടി പറയാം, അക്രമികൾ ഈ സമൂഹത്തിൽ ആരൊക്കെയുള്ള പോലെ അത് ശിക്ഷിക്കും. ഞാൻ ശിക്ഷിക്കൽ മാത്രമല്ല, പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുമ്പോൾ അവർക്ക് വേറെയും ശിക്ഷയുണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനെ പറ്റി നമുക്കൊരു ധാരണ കിട്ടി. എന്താ വിശ്വാസം? പരലോകമുണ്ട്, അദ്ദേഹത്തിന് പരലോക വിശ്വാസമുണ്ട്. അപ്പോൾ വെറും ഒരു മഹാരാജാവായിരുന്നില്ല. കാരണം ഞാനോനെ അക്രമികളായ ആളുകളാണെങ്കിൽ അതായത് എനിക്ക് വേണമെങ്കിൽ ശിക്ഷിക്കുക അല്ലെങ്കിൽ നന്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിവേകത്തോടു കൂടി, അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷിക്കലായിരിക്കും അദ്ദേഹത്തെ, പക്ഷെ അദ്ദേഹം വളരെ വിവേകത്തോടു കൂടി പറയാണ്, എല്ലാവരും കൂടി വെറുതെ ശിക്ഷിക്കണ്ടല്ലോ, അക്രമം ചെയ്തവരെ ഞാൻ ശിക്ഷിക്കും, അദാബിലാക്കും. പിന്നെ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ മോശപ്പെട്ട ശിക്ഷ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവർക്ക് കിട്ടും. ഇവിടുന്ന് ഇപ്പം എനിക്ക് ശിക്ഷിക്കാൻ കഴിയുന്നത് ചെറിയ ശിക്ഷയല്ലേ. അദാബൻ നുക്ര, വളരെ മോശപ്പെട്ട ശിക്ഷ, അതായത് നരകം അള്ളാഹു അവർക്ക് കൊടുത്തോളും. ഞാൻ ശിക്ഷിക്കും എന്ന് പറയുമ്പോൾ പരലോകമുണ്ട്, മനുഷ്യരെല്ലാം അള്ളാഹുവിലേക്ക് മടക്കപ്പെടും എന്ന ഒരു ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അതൊരു രാജാവിൻ്റെ ബാധ്യതയാണ്, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക എന്ന ഒരു വിശ്വാസിയായ നല്ല സാലിഹായ രാജാവാണ് എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എന്നാലോ അമ്മാമൻ ലലമ, അപ്പോൾ അക്രമം ചെയ്തവർ, അമ്മാമൻ ആമന, എന്നാൽ വിശ്വസിച്ച ആളുകൾ, അമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ഫലഹു ജസാഅൻ അൽ ഹുസ്ന, അവർക്ക് നല്ല ജസാ ഉണ്ടായിരിക്കും. അവർക്ക് നല്ല ജസാ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല പ്രതിഫലം ഉണ്ടായിരിക്കും. അവിടെ ഞാൻ പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞില്ല, ഞാൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ഞാനൊരു രാജാവ് എന്നുള്ള നിലക്ക് ചെറിയ ശിക്ഷകളൊക്കെ ഞാൻ ശിക്ഷിക്കും, പിന്നെ പരലോകത്തേക്ക് മടക്കും. എന്നാൽ നന്മ ചെയ്ത ആളുകളോ, വാമാമൻ ആമന വാമില സാലിഹൻ, വിശ്വസിക്കുകയും അമല് ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അവർക്ക് ജസാ അനിൽ ഹുസ്ന, നല്ല ജസാ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഞാനൊന്നും കൊടുക്കൂല, അവർ പരലോകത്ത് അല്ലാഹു തആല അവന് നല്ല പ്രതിഫലം കിട്ടും. വസനഖൂലു ലഹു, ഞാൻ അവനോട് സനഖൂലു, പിന്നീട് നാം അവരോട് പറയും, മിൻ അംറിന, നമ്മുടെ കാര്യത്തിൽ നിന്ന്, യുസ്റൻ, നല്ല വർത്തമാനങ്ങളൊക്കെ അവരോട് ഞാൻ പറയും. അപ്പോൾ ഞാൻ നല്ല നിലക്ക് അവരോട് പറഞ്ഞു. യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളത്, ഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. അപ്പം നഖൂലു ലഹു മിൻ അംറിന യുസ്റ, നമ്മളെ കാര്യത്തിൽ നിന്ന്, അതായത് എനിക്ക് പറയാനുള്ള കാര്യത്തിൽ നിന്ന് എളുപ്പമുള്ളതൊക്കെ അവരോട് ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ അവരോട് നല്ല വാക്കും പയക്കൊക്കെ പറഞ്ഞ് അവർക്ക് പ്രേരണയൊക്കെ നൽകി, സൽക്കർമ്മം ചെയ്യുന്നവരോട് നല്ല വർത്തമാനം പറയും, മറ്റുള്ള ശിക്ഷിക്കും. സൽക്കർമ്മം ചെയ്തവരെ ഞാൻ ശിക്ഷിച്ചാൽ തന്നെ അവർക്ക് പരലോകത്ത് വേറെയും ശിക്ഷ കിട്ടും. എന്നാലോ തെറ്റ് ചെയ്തവരെ ഞാൻ ശിക്ഷിച്ചാൽ, അമ്മാമൽ ലലമ, അക്രമികളെ ഞാൻ ശിക്ഷിച്ചാൽ തന്നെ അവർക്ക് പരലോകത്ത് ശിക്ഷ വേറെയും കിട്ടും. എന്നാൽ സൽക്കർമ്മം ചെയ്തവർക്ക് ഞാൻ അവർക്ക് പ്രതിഫലമൊന്നും കൊടുക്കൂല, നല്ല വർത്തമാനമൊക്കെ പറയാനേ എനിക്ക് കഴിയുള്ളൂ. നേരെ മറിച്ച് അവർക്ക് ജസാ അനിൽ ഹുസ്ന, നല്ല പ്രതിഫല, യുജ്സ ലഹു യുജ്സ ജസാ അനിൽ ഹുസ്ന, അവന്
നല്ല പ്രതിഫലങ്ങൾ നൽകപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കൽ. അപ്പോൾ ഇദ്ദേഹം നല്ല ഒരു സാലിഹായ പ്രബോധനം ചെയ്യുന്ന ഒരാളാണ്. അതിന് തെറ്റ് ചെയ്യുന്ന ആളുകളെ ശിക്ഷിച്ച് അവനെ നേർവഴിക്ക് കൊണ്ടുവരിക, എന്നാൽ നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് യുസ്റായിട്ടുള്ള നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ അതിൽ നിലനിർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അവർക്ക് പടച്ചോൻ ബാക്കിയുള്ള അതിൻ്റെ പ്രതിഫലം കൊടുത്തോളും എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു അക്രമിയായ രാജാവായിരുന്നില്ല. നേരെ മറിച്ച് സാലിഹായ ഉത്ബോധകനായ പരലോകത്തെപ്പറ്റി കൃത്യമായി ബോധമുള്ള, തെറ്റു ചെയ്യുന്ന ആളുകളെ അതിൽ നിന്ന് തടയുന്ന, നല്ല ആളുകൾക്ക് സതുപദേശം നൽകുന്ന ഒരു നല്ല മഹാരാജാവായിരുന്നു ഇദ്ദേഹം. ദുൽഖർനൈനിയെ പറ്റി ഖുർആൻ പറഞ്ഞു തന്ന കാര്യം അത് മാത്രമാണ്. സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, അവനിൽ നിന്ന് ചില ദിക്റുകൾ, ചില ഉത്ബോധനങ്ങൾ ഞാൻ നിനക്ക് ഓരിത്തരാന്ന് പറഞ്ഞല്ല, ആ ഓരിത്തരേണ്ട കാര്യം ഇതാണ്. ഇനി അപ്പോൾ അത് പറഞ്ഞു. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, പിന്നെന്തായി, പിന്നെന്താണ് അദ്ദേഹം അവരെ കൊണ്ട് ചെയ്തത്, അതൊന്നും പറഞ്ഞില്ല. എത്ര കാലം അവിടെ താമസിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഖുർആനിലില്ല. സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, ചില ഉത്ബോധനങ്ങൾ ഞാൻ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് കിട്ടി. ദുൽഖർനൈനിയെ പറ്റി സുമ്മ അത്ബഅ സബബ, പിന്നെ അദ്ദേഹം തൻ്റെ വഴിയിൽ തുടർത്തി എന്ന് പറഞ്ഞാൽ തൻ്റെ വഴിക്ക് വീണ്ടും തുടർന്നു പോയി. അപ്പോൾ അവിടെ നിൽക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ നിൽക്കുന്നില്ല, അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. അതാ ഹത്താ ഇദാ ബലഗ മത്ലി അശംസി, സൂര്യൻ തുലൂഇൻ്റെ സ്ഥലത്ത്, സൂര്യൻ്റെ തുലൂഇൻ്റെ സ്ഥാനം, മത്ലി എന്ന് പറഞ്ഞാൽ തുലൂഇൻ്റെ സ്ഥാനം, മഗ്രിബ് എന്ന് പറഞ്ഞാൽ ഉറൂബിൻ്റെ സ്ഥാനം, മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥാനം. അതാണ് മസ്ജിദ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന് അറിയില്ലേ, അതാ മഫ്ഇൽ എന്ന് പറഞ്ഞാൽ. മഗ്രിബ് ഉറൂബ് ഉണ്ടാവുന്ന സ്ഥലം, മത്ലി തുലൂ ഉണ്ടാവുന്ന സ്ഥലം. അപ്പോൾ കിഴക്ക്, മറ്റത് മഗ്രിബ് സൂര്യ അസ്തമിക്കുന്ന പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പോൾ അദ്ദേഹം സുമ്മ അത്ബഅ സബബ, അവിടുന്ന് തുടർന്നു എന്ന് പറഞ്ഞിട്ട് മഗ്രിബ് ശംസ്, അപ്പോൾ ഒരു ഭൂമിയുടെ ഒരു അറ്റം, ഒരു കടൽ തീരം വരെ പോയി. ഇനി സൂര്യൻ ഉദിക്കുന്ന ആ ഭാഗത്തേക്ക്, കിഴക്കു ഭാഗത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ചു. സുമ്മ അത്ബഅ സബബ, അത് ഖുർആനിൽ നമുക്ക് മനസ്സിലായി. മത്ലി അശംസി, സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ വജദഹ തത്ലു, വജദഹ, ആ സൂര്യനെ അദ്ദേഹം കണ്ടു, തത്ലു, അത് ഉദിക്കുന്നു, അലാ ഖൗമിൻ, ഒരു ജനങ്ങളുടെ മേൽ, ഒരു സമൂഹത്തിൻ്റെ മേലിലാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കിഴക്കു ഭാഗത്ത് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ മുകളിൽ ഇപ്പം നമ്മൾ സൂര്യൻ അവരുടെ മേൽ ഉദിക്കുന്നു എന്ന് പറയുമ്പോൾ ഉരത്തലൻ്റെ മേലെ സൂര്യൻ ഉദിച്ചാൽ ആദ്യം ഊരകമലയുടെ താഴെ താമസിക്കുന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ സൂര്യൻ ഉദിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ അദ്ദേഹം നടന്ന് എത്തിപ്പെട്ട സ്ഥലത്ത് ഒരു കൗമിനെ കണ്ടു. ആ കൗമിൻ്റെ തലക്ക് മുകളിലാണ് സൂര്യൻ ഉദിക്കുന്നത്. അതിനപ്പുറം മലയോ മറ്റോ ആയിരിക്കാം. അപ്പോൾ ആ കൗമിനെ കണ്ടു. അപ്പം മല കടന്ന് അദ്ദേഹം പോയിട്ടില്ല, ഒരു പരിധി വരെ പോയി. ആ എത്തിയിടത്ത് വലിയ മലത്തിട്ടകൾ ഉണ്ടാവാം. അവിടെ ഒരു സമൂഹം ആ മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ആ സമൂഹത്തിൻ്റെ തലക്ക് മുകളിലാണ് തത്ലു അലാ ഖൗമിൻ, ഒരു കൗമിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ കൗമിൻ്റെ തലക്കു മീതെയാണ് ആ സൂര്യൻ ഉദിക്കുന്നത്. ലം നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്ര, ആ സൂര്യനിൽ നിന്ന് ഒരു മറ നാം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ അവരുടെ തലക്കു മീതെ സൂര്യൻ ഉദിക്കുന്നു. ആ കൗമിന് സൂര്യനിൽ നിന്നുള്ള ഒരു മറ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തണലില്ല, മേൽക്കൂരയില്ല. അപ്പോൾ അവർ വീടിൽ താമസിക്കുന്ന ഒരു സമൂഹമല്ല, നേരെ മറിച്ച് വീടും കുടിയൊന്നുമില്ലാതെ ഒരു ആദിവാസികളെപ്പോലെ താമസിക്കുന്ന ഒരു സമൂഹമായിരിക്കണം എന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത്രയേ ഉള്ളൂ. ലം നജ്അൽ ലഹും മിൻ ദൂനിഹി സിത്ര എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആ സൂര്യൻ്റെ താഴെ ഒരു സിത്റില്ല എന്ന് പറയുമ്പോൾ വജദഹ തത്ലു അലാ ഉനാസിൻ ലൈസ ലഹും സിത്റുൻ മിനശംസി, അവർക്ക് സൂര്യനിൽ നിന്ന് ഒരു മറ അവർക്കുണ്ടായിരുന്നില്ല. ഒന്നുകിൽ ലി അദം ഇസ്തിഅദാദിഹിം ഫിൽ മസാക്കിൻ, അവർ ഒരു വീടുകളിലായി താമസിക്കാത്തൊരു കൂട്ടരാണ്. വീടൊക്കെ ഉണ്ടാക്കി ഒരു കുടിയപ്പാതിയായി താമസിക്കുന്നില്ല. അതൊരു സമാധാനം ആഗ്രഹിച്ച് ഒരു സ്ഥിരവാസികളാണല്ലോ വീട് കൂടിയൊക്കെ ഉണ്ടാക്കുക.
അപ്പോൾ അതില്ല. ലം നജഅലഹും മിൻ ദൂനിഹാ സിത്ര, അങ്ങനെയായിരിക്കാം. കാരണം വദാലിക ലിസിയാറത്തി ഹമജിയത്തിഹിം വതവഹശുഹിം വഅദമി തമദ്ദുനിഹിം എന്നൊക്കെയാണ്. അതായത് അത് പിന്നെ അവരത്രയും ആ ഹമജിയത്ത് എന്ന് പറഞ്ഞാൽ ആ അപരിഷ്കൃതമായ ഒരു നാഗരികതയും കിട്ടാത്ത, നാഗരികത കിട്ടുമ്പോഴാണ് വീടൊക്കെ ഉണ്ടാക്കൽ. ഇപ്പോൾ ആദിവാസികളൊന്നും വീടുണ്ടാക്കില്ല, വല്ലാതെ കുടുങ്ങിയാൽ പോലൊരു ഗുഹാൻ്റെ ഉള്ളിലിരിക്കും, അല്ലെങ്കിൽ മരത്തിൻ്റെ ഒട്ടും അവിടെയും പൊടിയും കുറ്റിപ്പന്തിയിലും പാറപ്പുറത്തൊക്കെ ആയിട്ട് ജീവിക്കും. അപ്പോൾ അവരെ ഹമജികൾ, അതായത് അപരിഷ്കൃതരായതുകൊണ്ട് അവർക്ക് വീടും കൂടിയൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ തലക്കു മീതെ സൂര്യൻ ഉദിക്കുന്നു എന്നതായിരിക്കാം അതിൻ്റെ അർത്ഥം എന്ന് ഊഹിക്കുന്നു. അതല്ലെങ്കിലോ ലം നജഅലഹും മിൻ ദൂനിഹാ സിത്ര എന്ന് പറയുമ്പോൾ അവർക്ക് സൂര്യനിൽ നിന്നൊരു മറയില്ല എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയം അവർക്കില്ല, എപ്പോഴും അവരുടെ തലക്കുമീതെ സൂര്യമായിരിക്കും എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത, കൂടുതൽ സൂര്യനിങ്ങനെ അസ്തമിക്കാതെ കാണുന്ന ഏതെങ്കിലും ധ്രുവപ്രദേശത്തായിരിക്കാം, അറിഞ്ഞുകൂടാ. അല്ലാഹു തആല അതാണ് പറഞ്ഞത്, ലം നജഅലഹും മിൻ ദൂനിഹാ സിത്ര, അവർക്ക് അതിൽ മറയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് പറയാണ് ആ സമൂഹത്തെ, ലം നജഅലഹും മിൻ ദൂനിഹാ കദാലിക, അപ്രകാരം വഖദ് അഹത്ന ബിമാ ലദൈഹി ഖുബ്റ, വഖദ് അഹത്ന, നാം അഹാത്ത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, ബിമാ ലദൈഹി, അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള കാര്യങ്ങൾ, ഖുബ്റൻ, വ്യക്തമായ അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള ഖബറുകൾ, വർത്തമാനങ്ങളൊക്കെ നമുക്ക് കൃത്യമായി നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പോയപ്പോൾ അതും നാം മനസ്സിലാക്കി. അവിടെ സമൂഹത്തെ കണ്ടു, അവർക്ക് പിന്നെ എന്തുണ്ടായിരുന്നില്ല, അവർ ശിക്ഷിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു സമൂഹം. പിന്നെ അയാൾ വേറെ സ്ഥലത്ത് പോയപ്പോൾ ഒരു കൗമിനെ കണ്ടു, ആ കൗമിന് സൂര്യൻ അസ്തമിക്കാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ സൂര്യന് മറയില്ലാത്ത തരത്തിലുള്ള ഒരു സമൂഹമാണ്, ഒരു ഗോത്രവർഗമാണ്. അങ്ങനെ അദ്ദേഹം പോയതിനെ പറ്റിയൊക്കെ കദാലിക, അപ്രകാരം വഖദ് അഹത്ന, നാം കൃത്യമായി പൂർണ്ണമായും മനസ്സിലാക്കി, ബിമാ ലദൈഹി, അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, ഖുബ്റൻ, അദ്ദേഹത്തിനെ പറ്റിയുള്ള ഖുബറുകൾ, ഖബറുകൾ, വർത്തമാനങ്ങൾ കൃത്യമായി നാം മനസ്സിലാക്കി. അപ്പോൾ അള്ളാഹ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. അള്ളാഹ്ക്ക് കൃത്യമായി അറിയാം നമുക്ക് അത് എവിടെ പോയി, എവിടെയാണ് ആ സമൂഹം, ഏതാണ് ആ സമൂഹം, ആ സമൂഹത്തിലേക്ക് വന്ന പ്രവാചകൻ ഏതാണ്, ആ സമൂഹം ജീവിച്ചിരുന്ന അതിൻ്റെ പിൻതലമുറ ആരാണ്, ഏത് ഭൂപ്രദേശത്താണ് താമസിച്ചിരുന്നത്, അതൊക്കെ നമുക്ക് അള്ളാഹ്ക്കൊക്കെ അറിയാം. അള്ളാഹ് അറിയാതെ അങ്ങനെ പറഞ്ഞു തരില്ല നമുക്ക്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതേ അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. നമുക്ക് ആവശ്യം, അള്ളാഹ്ക്കും ഇതറിയില്ലേ, ഈ കൗമ ഏതാണെന്ന് അറിയില്ലേ എന്ന് നമ്മൾ സംശയിക്കണ്ട. അഹത്നാ ബിമാ ലദൈഹി ഖുബ്റ, അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി വർത്തമാനങ്ങൾ നമ്മൾ അഹാത്ത എന്ന് പറഞ്ഞാൽ ചുറ്റി അറിഞ്ഞു എന്നാണ്. അതായത് എല്ലാ അർത്ഥത്തിലും നമ്മൾ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ, വഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബ്റ. പിന്നെ എന്നിട്ട് സുമ്മ അത്ബഅ സബബ, പിന്നെ അവിടുന്നും അദ്ദേഹം പോയി. അപ്പം ഇതിങ്ങനെ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്ന ഒരു സാലിഹായ ഒരു മഹാരാജാവ് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. സുമ്മ അത്ബഅ സബബ, അദ്ദേഹത്തിൻ്റെ വഴിയിൽ കൂടി തുടർന്നു. ഹത്താ ഇദാ ബലഗ, അങ്ങനെ അദ്ദേഹം എത്തി, വീണ്ടും എവിടെയോ എത്തുകയാണ്. ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈനി, അപ്പോൾ രണ്ട് സദ്ദിൻ്റെ അടുക്കലെത്തി. സദ് എന്ന് പറഞ്ഞാൽ അന്ന് അറിയപ്പെട്ടിരുന്ന രണ്ട് മലത്തിട്ടകളാണ്, മലകളാണ് സദ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈന സദ്ദൈനി, ആ രണ്ട് സദ്ദിൻ്റെ ഇടയിൽ നിന്ന്, അൽ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് അറബി ഭാഷയിൽ. അപ്പോൾ ബൈന സദ്ദൈനി, ഏതോ രണ്ട് മലകളുടെ ഇടയിൽ നിന്നല്ല, ബൈന അസദ്ദൈനി, ആ രണ്ട് മലകളുടെ ഇടയിൽ. അപ്പം ഈ ദുൽഖർനൈനി സഞ്ചരിച്ച സ്ഥലത്തുള്ള ആ രണ്ട് മലകളുടെ ഇടയിൽ അദ്ദേഹം എത്തിയപ്പോൾ, ഇത് ഖുർആൻ വ്യാഖ്യാതാക്കൾ കുറേ ഊഹങ്ങൾ പറയുന്നുണ്ട്, അതിനൊന്നും തെളിവുകളില്ലാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. ആ രണ്ട് സദ് എവിടെയാണ് എന്നുള്ളതിലൊക്കെ
ആദർബൈജാനിൻ്റെയും അർമീനിയയുടെയും ഇടയിലുള്ള രണ്ട് കാക്കസസ് പർവ്വതത്തിൻ്റെ അടുത്തുള്ള സ്ഥലമായിരുന്നു. കാസ്പിയൻ കടൽ തീരത്ത് കാക്കസസ് പർവ്വതത്തിൻ്റെ ആ പർവ്വതനിരകളിലുള്ള രണ്ട് മലയാണിത്. ആദർബൈജാൻ്റെയും അർമീനിയയുടെയും ഇടയിലാണ് എന്നൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കളും ചരിത്രകാരന്മാരും അറബി ചരിത്രകാരന്മാരും ഇംഗ്ലീഷ് ചരിത്രകാരന്മാരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ചില തെളിവുകൾ, കാരണം അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഇരുമ്പ് കട്ടി കൊണ്ടുണ്ടാക്കിയ മലയുടെ അവശിഷ്ടങ്ങൾ അവിടെ കാണുന്നുണ്ട് കാക്കസസ് പർവ്വതനിരയിൽ. അതുകൊണ്ട് അവിടെയായിരുന്നു ഈ പറയുന്ന ഭാഗം എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നു. അള്ളാഹ് പറഞ്ഞത് ഇതാണ് എന്ന് പറയാൻ നബി പറഞ്ഞു തന്നിട്ടില്ല, ഖുർആനിലുമില്ല, വ്യക്തമായ തെളിവുകളില്ല. അതാണ്. അപ്പോൾ ആ സദ് എന്ന് പറയുന്നത് അതാണ്. ഇന്നത്തെ ഈ സ്ഥലങ്ങളൊക്കെ ആദർബൈജാനും അർമീനിയ, പഴയ സോവിയറ്റ് റഷ്യയുടെ ആ ഭാഗങ്ങളിലുള്ളതാണ് ഈ പ്രദേശങ്ങളൊക്കെ, ആദർബൈജാനും അർമീനിയൊക്കെ. ഇന്നും ആ പ്രദേശത്ത് ആ പ്രദേശങ്ങളുണ്ട്. അർമീനിയക്കാരും ആദർബൈജാൻകാരും ആ റഷ്യൻ പ്രവിശ്യയുടെ ആ ഭാഗങ്ങളിലുള്ളതാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലാണ് അവരുണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഏഷ്യ വൻകരയിൽ തന്നെയാണല്ലോ അതൊക്കെ ഉള്ളത്, അസർബൈജാനൊക്കെ ആ പ്രദേശത്താണ് എന്ന് പറയുന്നുണ്ട്. ഇനി വേറെ ചില അഭിപ്രായങ്ങളുള്ളത് കാക്കസസ് പർവ്വതത്തിൻ്റെ കാസ്പിയൻ സമുദ്രതീരത്ത് കാക്കസസ് പർവ്വതത്തിൻ്റെ അടുത്ത് ഡാഗിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഡാഗിസ്ഥാൻ പ്രദേശത്താണ് കൃത്യമായും ഈ ദുൽഖർനൈനി എത്തിപ്പെട്ടത്. അവിടെ ബാബുൽ അബ്വാബ് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ഗേറ്റ്, വലിയ ഒരു ഗേറ്റുണ്ട്. അത് അങ്ങോട്ട് കടക്കാനുള്ള ഗേറ്റ് ബാബുൽ അബ്വാബ്. അവിടെയാണ് അത് ഇന്നും ആ ബാബുൽ അബ്വാബ് എന്നുള്ള പേര് അവിടെ ഉണ്ട്. അവിടെയാണ് ഇതുണ്ടായിരുന്നത്. കോക്കസസ് പർവ്വതത്തിൻ്റെ ആണ് അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ളത് എന്നൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഓരോരോ പേരുകൾ പറയുന്നുണ്ട്. ദാരിയാൽ ദാരിയാൽ പാസ് എന്നുള്ളത് ഇന്നും ഉള്ള ഒരു സ്ഥലമാണ്. ദാരിയാൽ പാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഉണ്ടായിരുന്നത്. ക്രിസ്തുവിന് മുമ്പ് BC 530 ഈ സംഭവം എന്നൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പലതും പറയുന്നു. അമാനി മൗലവി അത് വിശദീകരിച്ച് കാണാം. അതുപോലെ അല്ലാമ യൂസുഫ് അലി അത് വിശദീകരിച്ച് കാണാം. മൗലാന ആസാദിൻ്റെ തഫ്സീറുകളിൽ വിശദീകരിച്ച് കാണാം. പൂർവിക മുഫസ്സിറുകൾ പലരും അത് പല രൂപത്തിലും അത് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും എന്തില്ല, നമ്മളൊക്കെ ആവാം പോവാം എന്ന് പറയല്ലാതെ അതിനൊന്നും കൃത്യമായ തെളിവ് നമുക്ക് അതാണ് അള്ളാഹ് ഈ പറഞ്ഞത് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ആയിരിക്കാം കാക്കസസ് പർവ്വതനിരയിൽ ഒരുപാട് കെട്ടുകളുണ്ട്. അതിൽ ഒരു കെട്ട് ഈ ഭാഗത്തുള്ള കെട്ടായിരിക്കാം. തൗറാത്തിൽ ചില ദാരിയാസ് പാസിനെ പറ്റി പറയുന്നുണ്ട്. ഡാരിയസ് പാസ് എന്ന് പറയുന്ന ആളുകൾ നടന്നു പോകുന്ന വഴി, ആ വഴിയിൽ കൂടി യാഗൂഗ് മാഗൂഗ് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യാഗൂഗ് മാഗൂഗാണ് യജൂജ് മൗജൂജ്. അപ്പോൾ അതാവാം എന്നൊക്കെയുള്ള ഊഹങ്ങളാണ്. നമുക്ക് ഖുർആൻ പറഞ്ഞു തരാത്തതുകൊണ്ട് ഖുർആൻ പറഞ്ഞു തന്ന രണ്ട് കാര്യം മാത്രം. രണ്ട് സദ്, ഭൂമിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് രണ്ട് മലയുടെ അടുത്താണ് അദ്ദേഹം എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തായിദ ബലഗ ബൈന സദ്ദയിൻ, രണ്ട് മലയുടെ അടുത്ത്. സദ്ദ് എന്ന് പറയുന്ന വലിയ കെട്ട്, അതായത് മലകളുടെ കല്ലുകൾ അട്ടിയായി നിൽക്കുന്ന മല, അതിനാണ് പറയാം മലനിരകളാണ്. അവിടെ രണ്ട് മലനിരകൾക്ക് എത്തിയപ്പോൾ വജദ അദ്ദേഹം കണ്ടു മിൻ ദൂനിഹിമ, ആ രണ്ട് മലയുടെ ഇപ്പുറത്ത് കൗമൻ, ഒരു കൗമിനെ, ഒരു വിഭാഗം, ഒരു ജനങ്ങളെ. അപ്പോൾ 3 കൗമിനെ കണ്ടു. ഒന്നാമത്തെ കൗമ് അക്രമികളായ കൗമായിരുന്നു. അവരെ കുറേ ആളുകൾ അദ്ദേഹം ശിക്ഷിച്ചു, കുറേ ആളുകൾക്ക് അദ്ദേഹം നല്ലത് പറഞ്ഞു കൊടുത്തു, സാലിഹീങ്ങളാക്കി. മറ്റേ കൗമിൻ്റെ സ്വഭാവവും ദീനും അവരുടെ വിശ്വാസമൊന്നും പറഞ്ഞില്ല. അവർ തലയിൽ സൂര്യൻ ഉദിക്കുന്നു, അവർക്ക് കെട്ടിടങ്ങളോ തണലുകളോ ഒന്നുമില്ലാതെ നെറുന്തലയിൽ സൂര്യൻ ഉദിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞു. അത്രേ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുള്ളൂ നമുക്ക് പറഞ്ഞു തരാൻ. അവരുടെ വിശ്വാസം എന്താണെന്നും പറഞ്ഞില്ല. മൂന്നാമത്തെ സമൂഹത്തിനെ പറ്റി മൂന്നാമത്തെ ഒരു വിശേഷണമാണ് പറയുന്നത്. ആദ്യത്തെ സമൂഹം മോശക്കാർ, അക്രമികളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സമൂഹത്തിന് ഒരു ആദിവാസികളായി
ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലൊന്നും താമസിക്കാത്ത ഒരു കൂട്ടരാന്ന് പറഞ്ഞു. മൂന്നാമത്തെ സമൂഹത്തിന് ശരിക്കും സംസാരിക്കാൻ കഴിയാത്തൊരു സമൂഹമാണ് എന്ന് അള്ളാഹ് പറഞ്ഞത്. വജദ മിൻ ദൂനിഹിമാ ഖൗമൻ, ആ രണ്ട് മലകൾക്ക് ഇപ്പുറത്ത് അദ്ദേഹം കണ്ടു ഖൗമൻ, ഒരു ഖൗമിനെ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, അവരുടെ ഖൗല് മനസ്സിലായി കിട്ടുന്നില്ല. ലാ യകാദൂന യഫ്ഖഹൂന, അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഖൗലൻ, സംസാരം. അപ്പോൾ വർത്തമാനം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ദുൽഖർനൈനി അങ്ങോട്ട് പറയേണ്ടത് മനസ്സിലാക്കാൻ കഴിയണില്ല, അവർ പറയുന്നത് ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയില്ല. ദുൽഖർനൈനി ഒരു രാജാവ് ഒറ്റക്കായിരിക്കുമല്ലോ, പരിവാരങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, അവരുടെ സംസാരം ശരിക്കും മനസ്സിലായി കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു ഖൗമാണ് എന്ന് പറഞ്ഞു. അതായത് അവരുടെ വാക്ക് മറ്റേതോ ഭാഷയിലാണ് അവർ പറയുന്നത്. ഇല്ലേ ഉജ്മത്തി അൽസിനത്തിഹിം എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ സലഫികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാഷ അറബല്ല, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഭാഷയല്ല, വേറൊരു അന്യ ഭാഷയായതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നുണ്ട്. അതല്ല, അവരുടെ സംസാരം അവ്യക്തമായി സംസാരിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം ഒരു നാഗരികതയൊന്നും കിട്ടാത്തത് കൊണ്ട് ഒരു തരത്തിൽ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നാഗരികതയുള്ള രാജാവാണല്ലോ നാട് മുഴുവനും പോകുന്ന രാജാവ്. അയാൾക്കൊന്നും മനസ്സിലാവാത്ത ഒരു തരം വർത്തമാനം പറയുന്ന ആളുകളാണവർ. ഇപ്പോൾ ആദിവാസികൾ, വളരെ ഉള്ളിലുള്ള ആദിവാസികളൊക്കെ എന്തോ ചില കുറുകുറു എന്ന് പറയും, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, അവരുടെ വാക്കുകൾ ഗ്രഹിക്കാറായിട്ടില്ല, അതായത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അത്രയും തരത്തിലുള്ള ഒരു സമൂഹമാണ് അവർ. അപ്പോൾ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, സംസാരം അവർക്ക് തന്നെ പരസ്പരം മനസ്സിലാവാൻ. അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളവർ പറയുന്ന വർത്താനം അങ്ങോട്ടും തിരിയുന്നില്ല, അവർ പറയുന്നത് ഇങ്ങോട്ടും മനസ്സിലാവാത്ത ഒരു ഖൗമിനെയാണ് കണ്ടത്. എന്നിട്ട് കാലു, അവർ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തോട് അവർ പറയുന്നുണ്ട്, അതായത് ഒരു പരാതി പറയാണ്. എന്താ പറയുന്നത്? ഇന്ന യഅ്ജൂജ വ മഅ്ജൂജ, തീർച്ചയായും യഅ്ജൂജും മഅ്ജൂജും രണ്ട് സമൂഹങ്ങളാണ്. പറഞ്ഞുതരാം. മുഫ്സിദൂന ഫിൽ അർളി, നാട്ടിൽ നാശമുണ്ടാക്കുകയാണ് എന്ന് പരാതി പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിനോട് അവരുടെ സംസാരം മനസ്സിലാവാത്തതാണെന്ന് പറയുമ്പോൾ ആ സമൂഹം മറ്റൊരു ഭാഷയിലോ മറ്റോ സംസാരിക്കുന്ന ആളുകളാണ്. ദുൽഖർനൈനിയും കൂട്ടത്തിലുള്ള ആളുകളുടെ സംസാരമല്ല അവരുടേത്. എന്നാലോ അവരുടെ സംസാരം ദുൽഖർനൈനി പരാതി മനസ്സിലാക്കി. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്, മുഫസ്സിറുകൾ പറയുന്നത്, അദ്ദേഹത്തിന് ദുൽഖർനൈനിക്ക് അള്ളാഹു തആല അങ്ങനെയുള്ള മറ്റുള്ളവരുടെ ഭാഷ മനസ്സിലാക്കാനുള്ള അറിവ് വരെ കൊടുത്തിരുന്നു. അപ്പോൾ മറ്റു സാധാരണ ഒരു രാജാവല്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ചെയ്ത പോലെ ഈ ഭാഷ മനസ്സിലാക്കാനുള്ള അറിവ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവരോട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരവരുടെ പരാതി പറഞ്ഞു. ആ പരാതിയാണ് ഇത്. ഇന്ന യഅ്ജൂജ വ മഅ്ജൂജ, യഅ്ജൂജും മഅ്ജൂജും മുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ യഅ്ജൂജ് മഅ്ജൂജാണ് ഇനിയുള്ള നമ്മളെ ചർച്ചാ വിഷയം. അത് പിന്നെ കുറേയൊക്കെ ഹദീസുകളിൽ നമുക്ക് വന്നിട്ടുണ്ട്. യഅ്ജൂജ് മഅ്ജൂജ് ആരാണ്? ഏകദേശം അതൊരു രണ്ട് വർഗങ്ങളാണെന്നും അവർ വിശ്വാസികളല്ലാത്ത അക്രമികളായ ശക്തന്മാരായ രണ്ട് വർഗങ്ങളാണ് എന്നാണ് അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതിൻ്റെ ആകത്തുക. പിന്നീട് അവർ ആരാണ് എന്നാണ്, തുർക്കി വംശജരായ ആളുകളാണെന്നും അവർ ഈ പിന്നെ തർത്താരികളും അതുപോലെ തന്നെ മുഗിള സമൂഹത്തിൻ്റെയും ആദ്യകാല ആളുകളാണ് ഈ രണ്ട് വിഭാഗവും എന്ന് ഏകദേശം ചരിത്രകാരന്മാരൊക്കെ യഅ്ജൂജ് മഅ്ജൂജിനെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക ഖിലാഫത്തിനെ നശിപ്പിച്ച ആളുകൾ ഹല്ലാക്ക, ചെങ്കീസ് ഖാൻ്റെയൊക്കെ ആ തലമുറയിൽപ്പെട്ട ആളുകളാണ്. അവർ തുർക്കി വംശജരാണ്. അപ്പോൾ ആ പുരാതന തുർക്കി വംശജരായ ആളുകൾ അക്രമികളും തോന്നിവാസികളുമായിട്ടുള്ള രണ്ട് വർഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ വിഭാഗം. പിന്നീട് അവരുടെ അടുത്ത തലമുറയൊക്കെ പിന്നീട് നന്നായി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും നോഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പിന്നെ മക്കളിൽപ്പെട്ട
ഒരു 2 സമൂഹം, സാമ്, ഹാമ്, യാഫിസ്. നോഹ് നബി അലൈഹി സ്വലാമിന് 3 ആമക്കളുണ്ടായിരുന്നു. ഒന്ന് സാം. ആ സാമിൽ നിന്നാണ് ആരുണ്ടായത്? സെമിറ്റിക്കുകളുണ്ടായത്. സെമിറ്റിക് വർഗങ്ങളായിട്ടുള്ള ആളുകൾ, അറബികളും മറ്റുമൊക്കെ സെമിറ്റിക് വർഗങ്ങളാണ്. പിന്നെ മറ്റൊരു വിഭാഗമാണ് ഹാമ്. അവരിൽ നിന്നാണ് മനുഷ്യചരിത്രം പറയുന്നത് ഹെമിറ്റിക്കുകൾ ഉണ്ടായിരുന്നു. ഹെമിറ്റിക്കുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു യാഫിസ് എന്ന് പറഞ്ഞ. അവരിൽ നിന്നാണ് ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ തുർക്കി വംശജരും അതുപോലെ ചൈനീസ് വംശജരൊക്കെ ആ ഭാഗത്തു നിന്ന് ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ വളരെ ഊഹത്തിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൻ്റെ അങ്ങേ ചരിത്രാതീത കാലം മുമ്പുള്ള സംഭവങ്ങളാണ്. ഏതായിരുന്നാലും യാഫിസ് ബിൻ നോഹ്, നോഹിൻ്റെ മകൻ യാഫിസിൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട 2 വിഭാഗമാണ് ഗാഗ് ആൻഡ് മാഗൂഗ് എന്ന് പറയുന്ന യജൂജ് മഅജൂജ് എന്ന് ചരിത്രത്തിൽ ഏകദേശം അറിയപ്പെടുന്നു. അവരെ പറ്റി കൂടുതലൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവരാണ് അതിൽ ഒരു വിഭാഗം. യജൂജ് എന്ന് പറയുന്നത് പിൽക്കാലത്ത് താർത്താരികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. താർത്താരികൾ പല കാലഘട്ടങ്ങളിലായി അവരിങ്ങനെ തലമുറകൾ കൈമാറി വരുമ്പോൾ അവർക്ക് സമൂഹത്തിൽ ഓരോ പേരുകൾ അറിയപ്പെട്ടു. അങ്ങനെ താർത്താരികളാണ് യജൂജ് എന്നും മുഗളന്മാരാണ് മഹജൂജ് എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ. അത് രണ്ടും തുർക്കി വംശജരാണ്. അവർ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് നാട്ടിൽ. ആ വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞതായിട്ട് ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. എന്താണെയോ? ഇന്ന് വൈലുല്ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ. അടുത്ത് വരുന്ന ഒരു ഷെറിൻ്റെ കാര്യത്തിൽ അറബ് സമൂഹത്തിന് നാശം വരാൻ പോവുകയാണ്. വൈല് എന്ന് പറഞ്ഞാൽ നാശം എന്നാണ്. നാശം വരാനിരിക്കുന്നു അറബ് സമൂഹത്തിന്. മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, അടുത്ത് വരാനിരിക്കുന്ന ഒരു ഷെറിൻ്റെ കാര്യത്തിൽ. ഫുത്തിഹൽ യൗമ, നബി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പറഞ്ഞതാണ്. ഭയപ്പാടോടുകൂടിയാണ് നബി പറയുന്നത് എന്ന്. വൈലുല്ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷെറിൻ്റെ കാര്യത്തിൽ അറബ് സമൂഹത്തിന് നാശം വരാനിരിക്കുന്നു. ഫുത്തിഹൽ യൗം, ഇന്ന് തുറക്കപ്പെട്ടിട്ടുണ്ട്. മിൻ റദ്മി യജൂജ മഅജൂജ, യജൂജ് മഅജൂജിൻ്റെ കെട്ട് ഇന്ന് തുറക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നബി സൂചന നൽകി. ബി ഇബ്ഹാമിഹി, തള്ളവിരൽ കൊണ്ടും, വ സബ്ബാബത്തി വല്ലത്തി തെലിഹാന്ന്, അതിനോട് അടുത്ത ഈ 2 വിരൽ കൊണ്ട് ഇങ്ങനെ നബി പറഞ്ഞു എന്നാ, യജൂജ് മഅജൂജിൻ്റെ കെട്ടിന് ഒരു പൊട്ടുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഒരു ചെറിയ ഓട്ട വന്നിട്ടുണ്ട്. അപ്പം യജൂജ് മഅജൂജിനെ ദുൽഖർനൈൻ എന്ന് പറയുന്ന വാക്ക്, അദ്ദേഹത്തിനെ പറ്റി ഞാൻ നേരത്തെ പറയാത്തൊരു കാര്യം, അലക്സാണ്ടർ ദുൽഖർനൈൻ, അലക്സാണ്ടർ ഫിലിപ്സ് എന്ന് പിന്നെ ജൂതന്മാർ പറയുന്ന ഒരു അലക്സാണ്ടർ ഫിലിപ്സാണിത് എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അത് വേറെ പോട്ടെ. ഏതായിരുന്നാലും ദുൽഖർനൈനി കെട്ടിവെച്ച ആ യജൂജ് മഅജൂജിനെ ഒരു കെട്ടിയിട്ട് അപ്പുറത്താക്കി ഇങ്ങോട്ട് കടന്നു വരുന്നതിന് തടസ്സപ്പെട്ടു. അതിന് അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. ഈ കെട്ട് പൊട്ടിയിട്ടുണ്ട്, ഒരു ചെറിയ ഓട്ട വന്നിട്ടുണ്ട്. ഇനി ആ ഓട്ടയിൽ കൂടി ഇനിയും കെട്ട് പൊട്ടി അത് അറബികളെ നശിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പിന്നീട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ചങ്കീസ് ഖാനും താർത്താരികളും അതുപോലെ മുഗള സമൂഹങ്ങളും ഒക്കെ, തുർക്കി വംശജരൊക്കെ അറബ് നാട്ടിൽ കയറിക്കൂടി കണക്കല്ലാത്ത അക്രമങ്ങളും നാശങ്ങളും പിൽക്കാലത്തുണ്ടായി. ആ വരാനിരിക്കുന്ന റസൂലിൻ്റെയൊക്കെ കാലശേഷം, ഖൈറുൽ ഖുറൂൻ്റെ കാലശേഷമാണ് അതൊക്കെ ഉണ്ടായത്. അബ്ബാസി കാലഘട്ടത്തിലാണ് താർത്താരികളുടെ അക്രമം വരുന്നത്. അതിന് ശേഷമാണ് താർത്താരികളുടെ അക്രമം വരുന്നത്. ഹല്ലാക്കോ ഖാൻ എന്ന് പറയുന്നത് ജംഗീസ് ഖാൻ്റെ അനുയായികൾ ഇസ്ലാമിക ഖിലാഫത്ത് ഭരണം അബ്ബാസി വർഗ്ഗങ്ങളിൽ നിന്ന് പിടിച്ചടക്കിയതാണ്. അത് ഹിജറ 500 ചില്ലാനത്തിൻ്റെ ശേഷമാണ്. 600 അടുത്താണ്. അപ്പോൾ ആ തരത്തിലുള്ള അക്രമങ്ങൾ അടുത്ത് വരുന്നുണ്ട് എന്ന് നബി ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അന്ന് യജൂജ് മഅജൂജിൻ്റെ കെട്ട് പൊട്ടി തുടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ അക്രമം പിന്നീട് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ പല സൈന്യങ്ങളായിട്ടും നടത്തിയിട്ടുണ്ട്. തുർക്ക് വംശജരിൽ നിന്നാണ് ആ കുഴപ്പങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത്.
അപ്പോൾ ആ ഒരു ചരിത്രം വെച്ചുകൊണ്ടാണ് യജൂജ് മജൂജിൻ്റെ അതിൻ്റെ വരവ് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും അവരുടെ അക്രമങ്ങൾ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന ഒരു ലക്ഷണമായി, ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് യജൂജ് മജൂജിൻ്റെ വരവ്. നബി തന്നെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഒടുവിലത്തെ നബിയാണല്ലോ. അപ്പോൾ ഇനി വേറെ ഖിയാമത്ത് നാളിൻ്റെ ഇടയിൽ നബിയില്ല. അപ്പോൾ ഒരു നബി വന്നു. പിന്നെ യജൂജ് മജൂജിൻ്റെ വരവുണ്ട്, ദാബത്തുല്ലറുണ്ട്, ദജ്ജാലിൻ്റെ വരവുണ്ട്. ഇതൊക്കെ വരാനിരിക്കുന്നുണ്ട്. അതിൽ പലതും വന്നിട്ടില്ല. വന്നതായിരിക്കാം യജൂജ് മജൂജ്. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ പേരിൽ ഒരുപാട് കെട്ടുകഥകൾ പിൽക്കാലത്ത് യജൂജ് മജൂജിനെ പറ്റി വന്നിട്ടുണ്ട്. അതൊരു മലയുടെ അപ്പുറത്തിങ്ങനെ നിൽക്കുകയാണ്, നക്കിക്കൊണ്ടിരിക്കുകയാണ്, ആണ് പൊട്ടിക്കും പടക്കം പറഞ്ഞു കണ്ടുള്ള കുറേ കഥകൾ. ഈ കഥകൾക്കൊന്നും ഇസ്ലാമികമായിട്ട് യാതൊരു തെളിവും ഇല്ല. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ടുള്ള യജൂജ് മജൂജ് അതായിരിക്കും ഈ നാശങ്ങൾ. ഏത്? അതൊക്കെ കെട്ടുകഥകളാണ്. ആ പേരിലുള്ള വന്നതൊക്കെ കെട്ടുകഥകളാണ്. ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അതിലാണ് ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കും, അതുപോലെ തന്നെ ജലാസിലുകൾ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കും, വെള്ളപ്പൊക്കങ്ങൾ കൂടി വരും എന്നൊക്കെ പറയുന്ന ഒരുപാട് ലക്ഷണങ്ങൾ, ഭൂമിയിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ പിന്നെ കയറ് പൊട്ടിയ മാലമണികളെപ്പോലെ ഓരോ നാശങ്ങൾ ഭൂമിയിലുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽപ്പെട്ട ഒന്ന് യജൂജും മജൂജും നേരത്തെ ഉണ്ടായതാവാം. അള്ളാഹു ആയാലും നമുക്ക് കൃത്യമായി പറഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇന്ന യജൂജ മജൂജ മുഫ്സിദൂന ഫിൽ അർദി, യജൂജും മജൂജും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. ആ സമൂഹം പറഞ്ഞതാണ് ഇയാളോട്. ഫഹൽ നജഅലു ലക ഖർജൻ, ഞാൻ താങ്കൾക്കൊരു ഖർജ് തരട്ടെയോ? നിങ്ങൾക്കൊരു ഖർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഖർജാറിനെ പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ ഖർജ് എന്ന് പറഞ്ഞാൽ ഒരു പുറപ്പാട്, പഴയ ഭാഷയാണ് പുറപ്പാട്. എന്താ പുറപ്പാട് പറഞ്ഞത്? പുറപ്പാട്. രാജാക്കന്മാർക്ക് പുറപ്പാട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്നത്തെ നികുതിയെ പോലെ ഞങ്ങൾ നിങ്ങൾക്കൊരു പുറപ്പാട് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരേണ്ട നിവേദ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അലാ തെജാല ബൈനന വബൈനഹും സദ്ദ, അവരുടെയും ഞങ്ങളുടെയും ഇടയിൽ ഒരു സദ് ഉണ്ടാക്കി തരണം. സദ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ട്. അപ്പം നിങ്ങളൊരു കെട്ട് ഞങ്ങൾക്ക് കെട്ടിത്തരണം. ഞങ്ങൾക്കൊക്കെ അതിന് വേണ്ട പുറപ്പാടുകൾ, അതായത് അതിനുള്ള കൂലി ചെലവ് അല്ലെങ്കിൽ അതിൻ്റെ പണം നികുതി എന്താ വെച്ചാൽ തരാം എന്ന് അവർ ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇതിനൊക്കെ കഴിയുന്ന, വലിയ കെട്ട് കെട്ടാനും മറ്റിനൊക്കെ കഴിയുന്ന ഒരു മഹാരാജാവാണെന്ന് അവർ മനസ്സിലാക്കി അദ്ദേഹം അത് സമ്മതിച്ചു. പിന്നെ കെട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സാധാരണ കെട്ടല്ല, ഇരുമ്പ് കട്ടികളിൽ ഈയം ഉരുക്കി പാർന്ന കെട്ട്, ചെമ്പുരുക്കി പാർന്ന കെട്ടാണ് അദ്ദേഹം കെട്ടുന്നത്. അപ്പോൾ സാധാരണത്തേതിൽ കവിഞ്ഞ ഒരു രാജാവാണ്. ആ രാജാവിനോട് ഇവർ പരാതി പറഞ്ഞു. ശരി, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഖർജ് തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഖർജ് വേണ്ട, അള്ള തന്നത് മതി, എനിക്ക് നിങ്ങളെ ഖർജ് നികുതി പുറപ്പാട് വേണ്ട, നിങ്ങൾ തരുന്ന നികുതി പണോ അല്ലെങ്കിൽ പുറപ്പാടോ കൂലിയോ വേണ്ട, പടച്ചോൻ തന്നത് മതി എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കൂലിക്ക് വേണ്ടി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളല്ല, ജനങ്ങൾക്ക് നന്മയും പ്രജകൾക്ക് ഗുണവും ചെയ്തു കൊടുക്കുന്ന രാജാവാണ് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത അടുത്ത ആയത്തിൽ നമ്മളെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാം. ഈ കെട്ട് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃത്യമായി ഹദീസിലോ ഖുർആനിലോ പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഏകദേശം ആദർബൈജാനിൻ്റെയും അർമീനിയയുടെയും അസർബൈജാൻ എന്ന് പറഞ്ഞാൽ അസർബൈജാൻ, നമ്മളെ അസർബൈജാൻ തന്നെ, അസർബൈജാൻ, അർമീനിയ ബാക്കു തലസ്ഥാനമായിട്ടുള്ള അസർബൈജാനിൻ്റെ ആ പ്രദേശത്താണ് ഈ കാക്കസസ് പർവ്വതനിരകളും ആ പർവ്വതനിരകൾക്കിടയിലുള്ള പാസുകൾ, ദാരിയാൽ പാസ് ഒക്കെ ആ ഭാഗത്താണുള്ളത്. ആ കാസ്പിയൻ കടലിലേക്ക് തൂങ്ങിക്കിടക്കുന്ന പർവ്വതനിരകൾ, അവിടെയാണ് ഒരുപാട് പാസുകളുണ്ട്. ആ പാസുകളിൽ ഒരു പാസിലാണ് ഇദ്ദേഹം കെട്ടിയതെന്നും അവിടെ ഒരുപാട് കെട്ടുകളുണ്ട്, ആ കെട്ടിൽ ഒന്ന് ഇദ്ദേഹം കെട്ടിയതാണ് എന്നൊക്കെ ചരിത്രത്തിൽ പറയപ്പെടുന്നു. പോയി നോക്കിയ ആളുകൾ അങ്ങനെ ഏകദേശം അങ്ങനെയൊക്കെയുള്ള ഊഹങ്ങളിൽ തട്ടിമുട്ടി നിൽക്കുന്നുണ്ട്. ഹദീസും ഖുർആനും പറയാത്തത് കൊണ്ട് അതാണ് ഖുർആൻ ഈ പറഞ്ഞത് എന്ന് നമ്മൾ പറയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, ആവാം, അല്ലാഹു അഅലം. മുസ്ലിം കൺട്രിയാണ് അസർബൈജാൻ, മുസ്ലിം കൺട്രിയാണ്. ധാരാളം മുസ്ലിങ്ങളും ഇസ്ലാമിക പ്രവർത്തനം, അത് നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. അസർബൈജാൻ
എന്ന് പറയുന്നത് നല്ല മുസ്ലിങ്ങളും പള്ളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ പോകലുണ്ട്. അവിടെ മുസ്ലിം രാജ്യമാണ്. ധാരാളം നമ്മുടെ നാട്ടിലെ പോലെയൊക്കെയുള്ള പള്ളി സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.